ഇന്ന് നേതാവ്. നിങ്ങൾ റെഡിയായോ? ഞാൻ റെഡി. ഓക്കെ, ഇന്നോ നാളെയോ തന്നെ നമുക്ക് നാമനിർദ്ദേശ പത്രിക കൊടുക്കണം. നാളെയോ? അല്ലെ, എന്തിനാ ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത്? എന്റെ പൊന്നെണ്ണ, നിങ്ങളല്ലേ മത്സരിക്കണത്, അപ്പൊ പിന്നെ ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കണ്ടേ? ഓ അത് ശരി, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ചു DCC പ്രസിഡന്റിന് മാത്രം കൊടുത്താൽ മതിയെന്ന്. എന്ത് പൈസ ഒന്നും രണ്ടും അല്ല, ലക്ഷങ്ങളാ എണ്ണി കൊടുത്തത്. എന്തിന്? ഈ പഞ്ചായത്ത് വാർഡിൽ മത്സരിക്കാനാ? ഓ ഇങ്ങനെ കൊണ്ട് നിങ്ങൾക്ക് എന്താ വയ്യേ? അതല്ല, ഇപ്പൊ ഈ പത്രം ഇപ്പൊ എങ്ങനെ കൊടുക്കും? അത് ഫിൽ ചെയ്ത് കൊടുക്കണം. കൊടുക്കാലോ. അപ്പൊ അത് ഫിൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഈ വോട്ടർ പട്ടികയിലെ നമ്പർ ഒന്ന് പറഞ്ഞേ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നിങ്ങൾ എന്തോന്നും പറഞ്ഞോണ്ടാ മത്സരിക്കാൻ വന്നത്? ഞാൻ സെലിബ്രിറ്റി അല്ലേ, ഫോട്ടോക്കെ കാണും. അല്ലണ്ണ, നിങ്ങൾ ലക്ഷങ്ങളല്ലേ കൊടുത്തത്? അതെടെ എന്ത് പറ്റി? എന്നിട്ട് നിങ്ങൾ ഈ ഇടയ്ക്കെങ്ങാനും വോട്ട് ചേർത്തായിരുന്നോ? ഞാൻ പാർലമെന്റ് ഇലക്ഷൻ വോട്ട് ചെയ്തല്ലേ. അണ്ണാ, അത് വേറെ ഇത് വേറെ. അല്ല, പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്തപ്പോ ഞാൻ കരുതി എന്റെ പേര് കാണുമെന്ന്. അല്ല, നിനക്കൊക്കെ എന്താ പണി? ഏത് നേരം കൊടിയും പിടിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് എന്റെ വോട്ട് അങ്ങോട്ട് ചേർത്ത് വിടായിരുന്നു. അത് പിന്നെ അണ്ണാ, അത് ഈ BLOമാരുടെ കുഴപ്പമായിരിക്കും. മിക്കവാറും ആ കമ്മികൾ നിങ്ങളെ പേര് വെട്ടിയതാവാനാണ് സാധ്യത. അല്ലടി, കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ വല്ല ചാൻസും ഉണ്ടോ? അത് തൃശ്ശൂർ MP. എന്തോന്ന്? അത് ഗോപി.